ഞാൻ ഒരു മമ്മൂക്ക ഫാനാണ്, എന്നാലും എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എമ്പുരാനാണോ? ലൈക്ക് ഞാൻ ആക്ച്വലി ഇത് ഫാൻ ഷോ കണ്ട ഒരാളാണ്. ലൈക്ക് ആ ഒരു ഫസ്റ്റ് ഷോ 6 മണിയുടെ ഷോ കണ്ട ഒരാളാണ്. എനിക്ക് എന്താ പറയുക, മലയാള സിനിമ വേറെ ലെവലിലേക്ക് സ്കെയിലപ്പ് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് തോന്നി. തീർച്ചയായിട്ടും നമ്മളുടെ ഇൻഡസ്ട്രി ബാക്കിയുള്ള ഇൻഡസ്ട്രികൾ OTT ആ ഒരു റെവല്യൂഷൻ വന്നപ്പോഴാണ് കൂടുതൽ ശ്രദ്ധിച്ച് തുടങ്ങിയത്. ഒരുപാടധികം ശ്രദ്ധിച്ചില്ലെന്നല്ല. അപ്പോൾ ആ ഒരു സംഭവം ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുക, അല്ലെങ്കിൽ വേറെ ഒരു നാഷണൽ ലെവൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ആൾക്കാരുടെ ഒരു ശ്രദ്ധ പിടിച്ച് പറ്റാന്ന് പറഞ്ഞൊരു സിനിമ അത് പോസിബിൾ ആക്കാൻ സാധ്യതയുള്ള ഏറ്റവും നല്ലൊരു ടീം തന്നെയാണ് അത് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ വളരെ എന്താ പറയുക, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ആ ഒരു സിനിമ കണ്ടപ്പോൾ. ടെക്നിക്കലി ഇറ്റ് വാസ് എ ബ്രില്യൻ ഫിലിം, വെൽ എക്സിക്യൂട്ടഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് എടുത്ത് പറയേണ്ടത് അതിൻ്റെ സിനിമാറ്റോഗ്രഫിയാണ്. ശ്രീ സുജിത് വാസ്തവ്, സുജിത്താണ്ടാണ് അതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. ബ്രില്യൻ, എന്താ പറയുക, ഒരു വേൾഡ് ക്ലാസ് വർക്കാണ് അദ്ദേഹം അതിൽ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ലൊരു തിയേറ്ററിൽ പോയിട്ട് എല്ലാവരും ആ സിനിമ എക്സ്പീരിയൻസ് ചെയ്യണം. അത്രയും ഒരു നല്ല പെർഫോമൻസസും മഞ്ജു ചേച്ചിയുടെയും ലാൽ സാറിൻ്റെയും ടൂഷാൻ്റെയും ഒരുപാടധികം ആർട്ടിസ്റ്റ്, ഇന്ദ്രൻചാൻ്റെയും ഇന്ദ്രജിത്താൻ്റെയും ലൈക്ക് ഒരുപാടധികം ആർട്ടിസ്റ്റ് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സുരാജേൻ്റെ ഒക്കെ കുറേ നല്ല പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളധികം പറഞ്ഞതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല, കാരണം മലയാളികൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു. എനിക്ക് കാണാത്ത പ്രേക്ഷകർ തീർച്ചയായിട്ടും നല്ലൊരു തിയേറ്ററിൽ, നിങ്ങളുടെ അടുത്തുള്ള നല്ലൊരു തിയേറ്ററിൽ തന്നെ പോയി സിനിമ എക്സ്പീരിയൻസ് ചെയ്യണം. വിൽ ബി എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ ഓൾ ഓഫ് യു. താങ്ക് യു. ലാലേൻ്റെ ഒപ്പം സ്ക്രീൻ ഷെയർ ചെയ്ത് കയ്യടി മേടിച്ചൊരു ആളും കൂടിയാണ് ഫാൻ ബോയ് ആണെന്ന് പറഞ്ഞു. ഫാൻ ബോയ് ആണ്, ഫാൻ ബോയ് അല്ലാത്ത ലാലേൻ്റെ എന്താണ് പറയുക, സ്ക്രീൻ പ്രസൻസ് കുറഞ്ഞു പോയെന്നൊക്കെ ഇങ്ങനെ ഫാൻസ് പറയുന്നുണ്ട്. എന്ത് തോന്നുന്നു? അല്ല, ഞാൻ പറഞ്ഞ എക്സ്പെക്റ്റേഷൻ ആണല്ലോ നമുക്ക് ഓരോരുത്തർക്ക്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സിനിമ, നമ്മൾ ഈ വലിയ സിനിമകളൊക്കെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ സിനിമയെ വെച്ച് കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ തന്നെ മനസ്സിലൊരു കഥ ഉണ്ടാക്കും അതിനെപ്പറ്റി. ഒരു ഓക്കെ, ഇങ്ങനെ ആയിരിക്കും സിനിമ, അങ്ങനെ ആയിരിക്കും. അപ്പം അത് ഓരോരുത്തരുടെ ടേക്കാണ്. ഇപ്പോൾ നമ്മളൊരു സിനിമയായിട്ട് തന്നെ കാണാം, അല്ലാതെ നമ്മളൊരു സാധനം ക്രിയേറ്റ് ചെയ്ത് അതല്ലോ കാണണ്ടേ. അപ്പോൾ ആ ഒരു ഫിലിം മേക്കറിൻ്റെ ഒരു ലിബർട്ടിയിൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തൊരു വേൾഡാണ്. അപ്പോൾ അതിനെ റെസ്പെക്ട് ചെയ്ത് അദ്ദേഹം മുരളി ഗോപി ചേട്ടൻ അദ്ദേഹം എഴുതിയ ഒരു സ്ക്രിപ്റ്റിൽ, അപ്പോൾ നമ്മളത് അങ്ങനെയായിട്ട് എടുക്കണം. എനിക്കൊന്ന് മേ ബി ഓവർ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും അതിനെ ബാധിച്ചത്, അല്ലാതെ കുറഞ്ഞു എന്നൊന്നുമില്ല, അത് കൂടിയിട്ടേ ഉള്ളൂ. കാരണം അത് അറിയാം, പ്രേക്ഷകർക്ക് അറിയാം. സോ മേ ബി പിന്നെ ഫാൻസിന് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. ഒബ്വിയസ്ലി നമ്മളൊരു ഫാൻ ബോയ് ആണ്, ചിലപ്പോൾ നമ്മൾ കാണേണ്ടത് ഈ രീതിയിലായിരിക്കും എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും ആഗ്രഹം സ്ക്രീൻ ഫുൾ ടൈം. അതെ. ഇപ്പം നമുക്ക് എല്ലാവർക്കും അപ്പോൾ അത് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ വെച്ച് നോക്കുമ്പോൾ എന്താണ് അതിന് ആവശ്യപ്പെട്ടത് അതാണ് അവിടെ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. തീർച്ചയായിട്ടും ഇനിയും ഇതിൻ്റെ 3ാമത്തെ ഫ്രാഞ്ചൈസി ബാക്കിയുണ്ടല്ലോ, അല്ലെങ്കിൽ അൽസാറിൻ്റെ അടുത്ത പടവും ഇറങ്ങുന്നുണ്ട്, തുടരുമുണ്ട്. നമ്മളെല്ലാവരും എല്ലാ മലയാളികളെ പോലെ നമ്മളൊക്കെ ഫാൻ ബോയ്സ് ആണ്. അപ്പോൾ നമ്മളും ഇനിയും ലാലേട്ടൻ്റെയും അല്ലെങ്കിൽ രാജേട്ടൻ്റെയും ടോയ്ച്ചേട്ടൻ്റെയൊക്കെ സിനിമകൾ കാത്തു നിൽക്കുന്നു. അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇനിയും ആഗ്രഹിക്കുന്നു. ഇഷ്ടപ്പെട്ടിരുന്നു. അതെ, എല്ലാവരും. അത് വേറൊരു ക്യാൻവാസ്, വലിയൊരു സിനിമ. അതൊരു വേറെ ഒരു ജോണറാണ്, ഇത് വേറെ ജോണറാണ്. 2 സിനിമ ഇഷ്ടപ്പെട്ടു. ഫാമിലീസിന് 2 സിനിമ വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിലേക്ക് എത്തട്ടെ. എല്ലാം അൾട്ടിമേറ്റ്ലി അതാണല്ലോ. ഇഷ്ടമാണ്, ആർക്കും ഇഷ്ടമില്ലാത്ത. അതിലൊന്നും നമ്മൾ പറയുന്ന കാര്യമില്ല. സിനിമ അത്രയുള്ളൂ. എമ്പുരാൻ സിനിമ അത് മലയാളത്തിൻ്റെ ബിഗ് ബഡ്ജറ്റ് പടം. ആ ഒരു നിലവിൽ നോക്കുകയാണെങ്കിൽ പൂർണ്ണമായും നീതി പുലർത്തിയൊരു പടം എന്ന് പറയും. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ ഫ്രെയിമും നമുക്ക് ആ മേക്കിങ്ങിൻ്റെ ക്ലാരിറ്റി ആയാലും ക്വാളിറ്റി ആയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ ഗംഭീരമാണ്. പിന്നെ ലാലേട്ടൻ്റെ ഇൻട്രോ, അതായത് മോഹൻലാലിൻ്റെ ഇൻട്രോ ആണെങ്കിൽ പടം ഒരു എന്താ പറയുക, ഒരു കോരിത്തെരുപ്പ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഒരു മമ്മൂക്ക ഫാനാണ്, എന്നാലും എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ മോഹൻലാലിൻ്റെ സ്ക്രീൻ പ്ലേ ഒന്നും അധികം വന്നിട്ടില്ല, അധികം സമയമില്ലാത്ത പോലെ തോന്നി. ഇപ്പോൾ നേരത്തെ ഒരു റിവ്യൂവിൽ ആരായിട്ട് പറയുന്നത് 5 ഡയലോഗ്, ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കില്ല. എന്തായാലും ഡയലോഗൊക്കെ കുറവുള്ള പോലെ എനിക്ക് തോന്നിയായിരുന്നു. ഡയലോഗല്ല, പുള്ളിയുടെ സ്ക്രീൻ പ്ലേ കുറവായിട്ടുള്ള പോലെ എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ ആ BGM ചെയ്തിട്ടുണ്ട്, ഗംഭീരമാണ്. പിന്നെ ക്ലൈമാക്സ് വരുമ്പോൾ സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റും കാര്യങ്ങളുണ്ട്. ആ ഫൈറ്റൊക്കെ രസമായിട്ട്, അതിൻ്റെ സിനിമോട്ടോഗ്രാഫി ആയാലും എന്തായാലും നല്ല ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് ഫൈറ്റിൽ ഒരു സംഭവം വരുന്നുണ്ട്. ബാഹുബലിയിൽ ഉള്ള ഒരു സെയിം സീൻ ഇതിൽ നമുക്ക് കാണാൻ പറ്റും, എനിക്ക് കാണാൻ പറ്റില്ല. എന്തായാലും കൊള്ളാം. പിന്നെ ബഡ്ജറ്റിൻ്റെ കാര്യം പറയുന്നത്, ഒരു സീനിലൊക്കെ 3 ഹെലികോപ്റ്ററൊക്കെയാണ് വന്നത്. അപ്പോൾ പിന്നെ ബഡ്ജറ്റ് എവിടെ പോയി നിൽക്കുന്നു നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും കൊള്ളാം. ഒരു പാൻ വേൾഡ് ടൂർ നടത്തിയ പോലെ ഈ പടം കണ്ടിട്ട് ഇറങ്ങാം, അത്രേ ഉള്ളൂ. അതായത് അങ്ങനെ ഒരു ആരോപണം വരുന്നുണ്ട്, സഫാരി ചാനലിൽ ലാലേട്ടൻ കാണിക്കുന്ന പോലെ. അതെ, കാരണം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇതിൽ കാട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം രാജ്യങ്ങളുടെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അത് ഓരോ ഫ്രെയിമും കണ്ടുമ്പോൾ ഓരോ രാജ്യങ്ങളാണ് മാറി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ബഡ്ജറ്റ് 150 കോടി, എനിക്ക് അറിയില്ല കൃത്യമായിട്ട്. അത്രയും ഒതുക്കിയത് എങ്ങനെയാണെന്നൊന്നും പറയാനും പറ്റില്ല. കാരണം പടത്തിൻ്റെ ക്വാളിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഗംഭീര പടമാണ്.
എമ്പുരാൻ. നമ്മളിപ്പോൾ എന്താണ് ഈ സിനിമ ആദ്യത്തെ പാർട്ട് കണ്ടിട്ട് കൂടുതൽ സ്റ്റീഫൻ ആഗ്രഹിക്കുമ്പോൾ അതിനൊത്ര സ്റ്റീഫൻ്റെ സ്ക്രീൻ ടൈം ഇല്ല. അത് ആ സിനിമയുടെ മോശമല്ല, കാരണം ആ കഥാപാത്രത്തോട് നമുക്ക് അത്രയും ഇഷ്ടം തോന്നുന്നതുകൊണ്ട് കൂടുതൽ കാണണം എന്നുള്ള ആഗ്രഹമാണ്. പക്ഷേ ലൂസിഫറിൽ അതുപോലെ തന്നെ വേണ്ട സ്ഥലത്ത് പുള്ളിയെ പ്രസൻറ്റ് ചെയ്തിട്ട് കഥ സൈഡിലൂടെ പറഞ്ഞു പോവുകയാണ്. പിന്നെ ഇത് ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ്. അപ്പോൾ ആ കഥ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ ഇങ്ങനെ മാത്രമേ ആ കഥ ഡെവലപ്പ് ആവുള്ളൂ. അതിന് ശേഷമുള്ള 5 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ ലൂസിഫറിൽ എങ്ങനെയാണോ പൊളിറ്റിക്സ് കാണിച്ചത് അതിലും കുറച്ചുകൂടെ ഓപ്പണായിട്ട് പിന്നെ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എമ്പുരാൻ ആ പ്രോമിസ് കാത്തു. പിന്നെ ഹൈപ്പ് എന്നുള്ളത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരാൾ ഓരോ രീതിയിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഞാൻ ഇവരുടെ ഇൻ്റർവ്യൂ കണ്ടതും അതിനകത്ത് നിന്ന് മനസ്സിലാക്കിയ രീതിയിൽ അതുപോലെ തന്നെ സ്ക്രീനിൽ കാണാൻ പറ്റി. അത്